ലൈവിൽ ഇപ്പൊ ഒരു കോമഡി ഉണ്ടായി. കോമഡി എന്താണെന്ന് പറയാം. ജാസ്മിൻ ഫുഡൊന്നും കഴിക്കാതെ ഡെൻ റൂമിലെ ആ ഒരു ബെഡില് നിരാഹാരം കിടക്കുകയാണ്. ജാസ്മിൻ എന്നിട്ട് ഏതാനും മിനിറ്റുകൾ കൊണ്ട് മയങ്ങി പോകുന്നുണ്ട് ആ ഒരു ബെഡിൽ കിടന്നിട്ട്. ആ സമയത്ത് പതിവില്ലാതെ പട്ടി കുറയ്ക്കുന്നു. ലാലേട്ടൻ എപ്പിസോഡിന് ശേഷം പൊതുവെ റെസ്റ്റ് ആണ് ഇവർക്ക്. ഫ്രൈഡേ സാറ്റർഡേ 2 ദിവസവും റെസ്റ്റ് ഡേയ്സ് ആണ് ഇവർക്ക്. പിന്നെ സൺഡേ ആണ് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത്. നോമിനേഷൻ പരിപാടികളൊക്കെ വരുന്നത് നമ്മുടെ സൺഡേ ആണ്. അത് നമ്മളെ മൺഡേ കാണിക്കും. പക്ഷെ ജാസ്മിൻ കിടന്ന് ഉറങ്ങിയാല് നമ്മുടെ വലിയ മുതലാളിക്ക് കണ്ടന്റ് കിട്ടില്ലല്ലോ. പുള്ളിക്കാരത്തി എണീറ്റിരുന്ന് ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയണം. അതാണ് പ്രൈം ടൈം ലൈവ് ഡ്രാമ. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മുടെ പട്ടി കുറയ്ക്കുന്നുണ്ട്. ജാസ്മിൻ ഞെട്ടി എണീക്കുന്നു. എന്നിട്ട് ആ ഒരു ഗ്രീൻ കോർണറിന്റെ അവിടെ പോയി ഡാർക്ക് അടിച്ചിരിക്കുന്നു കുറച്ച് സമയം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി ഡെൻ റൂമിലെ ബെഡിൽ കിടക്കുന്നുണ്ട്. ഗബ്രിയുടെ ഫോട്ടോ എടുത്തു പിടിച്ച് കരയുന്നുണ്ട്. വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. നീ കാണുന്നുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊരു ക്യാരക്ടർ സ്വിച്ചിങ് ആണ് ജാസ്മിനെ ഇത്. ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു ക്യാരക്ടർ, രാത്രി വേറൊരു ക്യാരക്ടർ. എങ്ങനെ സാധിക്കുന്ന ഈ രീതിയിൽ? ഗബ്രിയെ മറന്ന് ആ ബാഗേജ് കളഞ്ഞ ജാസ്മിൻ ഗെയിമിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തവരാണ് നമ്മള്. നമ്മളെ കൊണ്ട് തന്നെ വെറും 1 മണിക്കൂർ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിരിക്കുകയാണ് ജാസ്മിൻ. എന്തായാലും ബിഗ് ബോസ് ആള് കൊള്ളാം കേട്ടോ. പട്ടി എപ്പോ കുറയ്ക്കണമെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പുള്ളി അത് തീരുമാനിക്കും കറക്റ്റ് ആയിട്ട്. ഡ്രാമ ഒപ്പിയെടുക്കാൻ പുള്ളി വേണമെങ്കിൽ ആ പട്ടിയെ അഴിച്ചു വിടും. അതാണ് വലിയ മുതലാളി. വലിയ മുതലാളിയെ തോപ്പിക്കാനൊന്നും ആരെ കൊണ്ട് സാധിക്കത്തില്ല, കബളിപ്പിക്കാനും സാധിക്കത്തില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.